രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് ഏകദേശം വന്നിട്ടുണ്ടെന്നുള്ള മനസ്സിലാകുന്നത്. കാരണം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ പരാതി വന്ന സമയം മുതൽ വേണമെങ്കിൽ സാധിക്കുമായിരുന്നു. അങ്ങനെ കേരള പോലീസ് അത്ര മോശം പോലീസൊന്നുമില്ല. അത് മാത്രമല്ല, നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഒരു സ്റ്റേഷനിൽ വന്ന് യുവതി പരാതി നൽകിയായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ സമയം തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ആ പരാതി നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു പരാതി വരുന്നു എന്നുള്ള കാര്യം പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പാലക്കാടുണ്ട് താനും പരാതി കൊടുക്കാൻ വേണ്ടി യുവതി എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ രാഹുലിനെ ഏകദേശം ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ ഒരു അറസ്റ്റ് നടപടികളിലേക്ക് പോകേണ്ട എന്നുള്ളത് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നത്, പോലീസിന്റെ കീഴിലോട്ട് വരാത്തതെന്നുള്ള നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഒന്ന് ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം, സാങ്കേതികമായ യാതൊരു തടസ്സമൊന്നുമില്ല. പക്ഷേ വേണ്ട, കുഴപ്പമില്ല, രാഹുലിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ ആ മുൻകൂർ ജാമ്യാപേക്ഷ എടുത്ത് ദൂരെ എറിയത്തക്ക രീതിയിലുള്ള നടപടികളിലേക്ക്, തെളിവുകളിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. എങ്കിലും രാഹുൽ എവിടെ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പരാതി വന്നതിന് ശേഷം പിന്നെ രാഹുലിനെ കണ്ടിട്ടില്ല. രാഹുൽ എവിടെയാണെന്നുള്ള കാര്യം രാഹുലുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളുകൾക്കൊഴികെ ബാക്കി ആളുകൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു MLA കാണാതായിട്ട് 2 ദിവസങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അവിടെ ആളുകൾ എന്തായാലും MLA ജീവനോടെ ഉണ്ട്, നമ്മൾ പേടിക്കണ്ട. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ MLA മാറി നിൽക്കുകയാണ്. കാരണം MLAക്ക് ഇപ്പം മാറി നിന്നില്ല എന്നുണ്ടെങ്കിൽ MLA പിന്നെ അകത്ത് വൈകാതെ തന്നെ അഴിക്കുള്ളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാറി നിൽക്കുന്നത്. ഏതായാലും രാഹുൽ പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്, പിന്നെ വിവിധ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷെ രാഹുൽ തന്ത്രപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വരുത്തി തീർക്കേണ്ടതുണ്ട്. കാരണം രാഹുൽ എവിടെ പോയാലും ഞാൻ പാലക്കാടുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ടെന്ന് വരുത്തുന്നുണ്ട്. രാഹുലിന്റെ ഫോൺ ലൊക്കേഷൻ പോലീസ് ട്രാക്ക് ചെയ്യുമ്പോൾ അത് പാലക്കാട് തന്നെയുണ്ട്. രാഹുലിന്റെ ഫോൺ പാലക്കാട് തന്നെ വെച്ചിട്ടാണ് പലയിടങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ രാഹുൽ പിന്നീട് എവിടെയെങ്കിലും പോയെന്നുള്ളത് അന്വേഷണ സംഘമോ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പറ്റുക പറയുന്നത് രാഹുലിന്റെ ഫോൺ ഇവിടെയുണ്ട്, അല്ലെ രാഹുൽ ഇങ്ങനെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബോധപൂർവ്വം ഫോൺ അവിടെ വെച്ചിട്ട് രാഹുൽ പലയിടങ്ങളിലേക്ക് പോവാണ്. പക്ഷെ കേരളം ഇട്ടിട്ടില്ല. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിൽ രാഹുൽ പ്രധാനമായും പറയാൻ പോകുന്നത് താൻ പൂർണ്ണമായ അന്വേഷണത്തോട് സഹകരിക്കും. കാരണം ഏതാനും മാസങ്ങളായി തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. താൻ എങ്ങോട്ടും പോയിട്ടില്ല, താൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, അവർക്കൊപ്പമാണ് നിന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി കേസ് വന്നു, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ട്, പാലക്കാടുണ്ട്, ഞാൻ മറ്റിടങ്ങളിലും പോയിട്ടില്ല. അങ്ങനെ വരുത്തി തീർക്കാനുള്ള അല്ലെങ്കിൽ അത് ആ ഒരു വാദം വരുന്നതെന്നുണ്ടെങ്കിൽ ഇയാൾ സംസ്ഥാനം വിട്ടു പോയാൽ അത് തിരിച്ചടിയാവുന്നുള്ളതുകൊണ്ട് പാലക്കാട് കേന്ദ്രീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമീപ ജില്ലകളിലുണ്ട്, അങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ ഉണ്ട്. ആളുകൾക്ക് ഞാൻ പറയുന്നത് ഈ ഓരോ സാഹചര്യങ്ങളാണല്ലോ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ട് എത്തിക്കുന്നത്. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അറിയണം രാഹുൽ എവിടെയുണ്ടെന്നുള്ളത്. പക്ഷേ രാഹുലിന് ഇപ്പോൾ എന്തായാലും പുറത്ത് വരാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഒളിവിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ബുധനാഴ്ചയ്ക്ക് ശേഷം രാഹുലിനെ നമുക്ക് കാണാം. എന്തായാലും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇപ്പം പോലീസ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് പല ഘടകങ്ങളും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയൊക്കെ എവിടെ പോയി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി പലയിടങ്ങളിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിങ്ങോട്ടും പോയിട്ടില്ല, അത് വാർത്തകളും അപ്ഡേഷൻ വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നു. ഇത് സജീവമായി ചർച്ച ചെയ്ത് നിർത്തണം എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും രാഹുലിനെ വൈകാതെ കാണാം. കാരണം ബുധനാഴ്ചയെങ്കിലും നമുക്ക് രാഹുലിനെ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്തത്. സൈഫു, എന്തായാലും എനിക്ക് തോന്നുന്നു ഈ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖ, വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പക്ഷേ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചടിയാകാൻ, പ്രോസിക്യൂഷൻ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പീഡനം നടന്നിട്ടുണ്ട്, വിവിധയിടങ്ങളിൽ എത്തിച്ച് ബലാത്സംഗം നടന്നിട്ടുണ്ട്, ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ തക്ക തെളിവുകൾ അന്വേഷണ സംഘത്തിന് വേണമല്ലേ? അതിനായുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ്, അതിനായുള്ള ഓട്ടത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം കൃത്യമായ കൗണ്ടർ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇതാദ്യമായി ആ ശബ്ദം തന്റെ തന്നെയാണ് എന്ന് രാഹുൽ സ്ഥിരീകരിക്കുന്നു എന്ന വിവരം കൂടി നമുക്ക് യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് തെളിയിക്കുന്നതാണ്. അതെ.